ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ടൈ 8ൻ്റെ ഡേ ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ കുറച്ച് ഡിലീഷ്യസ് ഡിഷസ് അല്ലെങ്കിൽ കുറച്ച് ടേസ്റ്റി ഡിഷസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ആകുമ്പോഴത്തേനും കുറച്ച് നേരത്തെയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. ഒരു 8:30, 9 ഒക്കെ ആയി. കാരണം ഇവിടെ ആയപ്പോൾ അത്യാവശ്യം രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ വിശക്കും രാവിലെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മളൊരു 8:30 കഴിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തിക്കിടിയാണ്. അപ്പോൾ തിക്കിടി എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നത് ഈരാറ്റുപേട്ടക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഫുഡ് റെസിപ്പിയാണ് തിക്കിടി എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല ഇത് മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ പിടിയും കോഴിയും എന്നൊക്കെ ആ ഒരു ഫെമിലിയറാണ്, ആ ഒരു കോമ്പിനേഷൻ വളരെ ഫെമിലിയറാണ്. പക്ഷേ തിക്കിടി എന്ന് പറയുമ്പോഴത്തേനും വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ റൈസ് ബോൾസ് ഉണ്ടല്ലോ, നമ്മുടെ അരിപ്പൊടി വേവിച്ച് ഉരുളകളാക്കി തേങ്ങാപ്പാലിൽ ഇട്ട് വേവിച്ചെടുക്കുന്ന, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഒക്കെയാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ പെരുന്നാളുകളുണ്ടല്ലോ, നമ്മുടെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ മുസ്ലിംസിൻ്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഐറ്റമാണ് ഈരാറ്റുപേട്ടയിൽ. പിന്നെ അതുമല്ല, പെരുന്നാളിൻ്റെയൊക്കെ നമ്മുടെ പെരുന്നാളിനൊക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തിക്കിടിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ചൂട് ചായയും, അതാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ തിക്കിടിക്ക് നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടം ബീഫ് കറിയും മട്ടൻ കറിയൊക്കെയാണ്. പക്ഷേ എനിക്ക് ബീഫിനേക്കാളും മട്ടനേക്കാളും എനിക്ക് എന്നും ഫേവറേറ്റ് എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ്. അതുകൊണ്ട് തിക്കിടിയുടെ ആ ഒരു കോമ്പിനേഷൻ, എനിക്ക് തിക്കിടിയും ചിക്കൻ കറിയുമാണ് എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പം അത് ഉണ്ടാക്കി ആ ദിവസം തന്നെ വളരെ ഫ്രഷോടുകൂടി കഴിക്കണം. അത് നമ്മൾ പിറ്റേ ദിവസം വെച്ച് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഒരു 8:30 കൂടിയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതിനുശേഷം ഒരു 11:30 ഒക്കെ ആയപ്പോഴത്തേനും കിച്ചണിൽ ചെന്നപ്പോഴത്തേനും അമ്മച്ചി വളരെ ടേസ്റ്റായിട്ട് നമ്മുടെ ചക്ക വേവിച്ചത്, വളരെ അടിപൊളിയായിട്ടുള്ള ചക്ക വേവിച്ചത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ രാവിലത്തെ നമ്മുടെ തിക്കിടിയുടെ ചിക്കൻ കറിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചക്ക വേവിച്ചത്, അതായത് ചക്ക പുഴുങ്ങിയതും അതുപോലെ തന്നെ ചിക്കൻ കറിയും, ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി കോമ്പിനേഷനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കപ്പ വേവിച്ചതിനും അതുപോലെ തന്നെ ചക്ക വേവിച്ചതിനൊന്നും ഈ ഫിഷ് കറി വലിയ താല്പര്യമില്ല. എനിക്ക് പൊതുവേ മീൻകറിയോട് താല്പര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ചിക്കൻ കറിയൊക്കെ ഉള്ളപ്പോഴത്തേനും എനിക്ക് കപ്പ പുഴുങ്ങിയതും മീൻ പുഴുങ്ങിയതൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇന്ന് എന്താണേലും പിന്നെ ഇത് അമ്മച്ചി എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചക്ക, ഇത് ശരിക്കും പറഞ്ഞാൽ ചക്ക സീസണും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ കുറച്ച് ചക്ക പുഴുങ്ങാനായിട്ട് അമ്മച്ചി സ്പെഷ്യലായിട്ട് സ്റ്റോർ ചെയ്ത് പ്രിസർവ് ചെയ്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ എനിക്ക് ചക്ക വേവിക്കുമ്പോഴത്തേനും അതിലൊരു മൈൽഡ് സ്വീറ്റ്നെസ്, അതായത് ഒരു ചെനച്ച ചക്ക എന്നൊക്കെ പറയുമല്ലേ, കുറച്ച് മൈൽഡ് സ്വീറ്റ്നെസ്സോട് കൂടിയിട്ടുള്ള ചക്ക പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രാവശ്യം കുറച്ച് ചക്ക കിട്ടി. അത് ഒരു ചെനച്ച ചക്കയായിരുന്നു. അപ്പം കുറച്ചൊരു മൈൽഡ് സ്വീറ്റ്നെസ് ഉള്ള ചക്ക വേവിച്ചതും അതിലേക്ക് നന്നായിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയും ചേർത്ത് കഴിക്കുമ്പോൾ അസാധ്യ ടേസ്റ്റാണ്. തിക്കിടിയും ചിക്കൻ കറിയും ചൂട് ചായയുമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിച്ചത് ചക്ക വേവിച്ചതും അതുപോലെ തന്നെ ചിക്കൻ കറിയുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ്, ഇത് നമ്മുടെ ജ്യൂസ് മുന്തിരി വേവിച്ചിട്ട് അതിൻ്റെ എസൻസ് എടുത്തിട്ട് ചെയ്യുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ജ്യൂസാണ്. ഇത് നമ്മൾ കൂടുതലായിട്ട് അമ്മച്ചി എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇത് ഷുഗർ
വളരെ കുറച്ച് ആഡ് ചെയ്തിട്ട്, മധുരം വളരെ കുറച്ച് ആഡ് ചെയ്തിട്ട് ചെറിയ പുളിപ്പോട് കൂടിയിട്ട് വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഗ്രേപ്പ് ജ്യൂസാണ്. അപ്പോൾ എന്താ പറയുക, ഇത് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റാണ്, ഭയങ്കര ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ഒരു ഗ്രേപ്പ് ജ്യൂസിന്. അതിനുശേഷം ഞാൻ വെറുതെ കിച്ചണിലേക്ക് പോയിട്ട് ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം, ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈ, അതുപോലെ തന്നെ കുറച്ച് ചക്കക്കുരു പൊരിച്ചതുണ്ടായിരുന്നു, പിന്നെ കുറച്ച് എന്താ പറയുക മുരിങ്ങയില തോരനുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അച്ചിങ്ങാപ്പയർ തോരൻ, പിന്നെ ഇത് നമ്മൾ കഴിച്ചിട്ട് ബാലൻസ് ഉണ്ടായിരുന്ന ചക്ക വേവിച്ചത്. ഭയങ്കര ടേസ്റ്റാണ്, ചോറിനും ഇത് ഇട്ട് കുഴച്ച് കഴിക്കാൻ ഭയങ്കര രുചിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യലെന്ന് പറയുന്നത്. പിന്നെ ഇത് തലേ ദിവസത്തെ മീൻകറി. അപ്പോൾ കഴിഞ്ഞ ദിവസത്തേനേക്കാളും പിറ്റേ ദിവസമായപ്പോൾ ചട്ടിയിൽ തന്നെ ഇരുന്ന് ഭയങ്കര ടേസ്റ്റായി, അടിപൊളി മീൻകറി, പിന്നെ ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലെന്ന് പറയുന്നത് ഫിഷ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും മീൻകറിയും ഒക്കെയാണ്. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് കഴിക്കാനായിട്ട് പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പുകയാണ്. അപ്പോൾ കുറച്ച് ചോറ് വിളമ്പി അതിലേക്ക് ഒരു പീസ് ചിക്കൻ ഫ്രൈയും ഒരു പീസ് ഫിഷ് ഫ്രൈയും. ഇതെന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പിക്കിളാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ജാതിക്ക പിക്കിളാണ്. നമ്മൾ മാങ്ങ അരിയുന്നത് പോലെ തന്നെ ചെറിയ പീസായിട്ട് ജാതിക്ക അരിയണം. അതിനുശേഷം ഒരു 10-15 മിനിറ്റ്സ് നമ്മൾ ആവി കയറ്റണം. അപ്പോൾ ആവി കയറ്റിയതിന് ശേഷം പിന്നെ നോർമലി അച്ചാറുകൾ ഇടുന്ന പോലെ ഇടണം. കാരണം ഇത് ആവി കയറ്റാതെ ഡയറക്റ്റ് ഇടുകയാണെങ്കിൽ ഈ ഒരു ജാതിക്ക അച്ചാറിന് ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ജാതിക്കയൊക്കെ വീട്ടിൽ എക്സ്ട്രാ വെറുതെ യൂസ് ചെയ്യാതെ വീണ് പോവുകയാണെങ്കിൽ വളരെ നല്ലൊരു ഐഡിയ ആണ്. ജാതിക്ക ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ആവി കയറ്റിയതിന് ശേഷം അച്ചാറിടുക. അടിപൊളി ടേസ്റ്റാണ്. എത്ര നാൾ വേണേൽ സ്റ്റോർ ചെയ്യാനും പറ്റും. ആവശ്യത്തിന് എടുത്ത് കഴിച്ചാലും മതി. അപ്പോൾ ഞാൻ കറികളെല്ലാം ഓരോന്നോരോന്നായിട്ട് വിളമ്പുകയാണ്. ഞാൻ മുരിങ്ങയിലയും ചക്കക്കുരും കൈകൊണ്ട് വിളമ്പിയത് എന്താണെന്ന് വെച്ചാൽ, മുരിങ്ങയിലയും ചക്കക്കുരും കഴിഞ്ഞ ദിവസത്തെ ലെഫ്റ്റ് ഓവർ കറീസായിരുന്നു. അപ്പോൾ അത് ഇന്നുകൊണ്ട് എടുത്ത് തീർക്കുകയാണ്. അപ്പോൾ അമ്മച്ചി എന്നോടത് മുഴുവനായിട്ട് എടുത്ത് കഴിക്കുക, ഇനി മിച്ചം വെക്കല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് കൈയിട്ട് വാരി കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ പ്ലേറ്റിലേക്ക് വെക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നാടൻ ഉച്ചയൂണ്. അപ്പോൾ കേരള സ്റ്റൈൽ. അപ്പോൾ ഞാൻ എൻ്റെ ഷോർട്സുകളിലൊക്കെ ഞാൻ എൻ്റെ എന്താ പറയുക നാടൻ ലഞ്ച് കേരള സ്റ്റൈൽ ഉച്ചയൂണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ടൈറ്റിൽ കൊടുത്തിട്ട് ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ ഷോർട്സ് കാണുന്നവർക്ക് അറിയാം എൻ്റെ ഓരോ ദിവസത്തെ ഫുഡും ഡിഷസും, ഞാൻ കഴിച്ച ഡിഷസ് എല്ലാം ഷോർട്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നെ ലോങ് വീഡിയോ ചെയ്യുന്നത് കുറച്ചും കൂടെ അതിൻ്റെ ഷോർട്സ് ഇട്ടതിൻ്റെ ബാക്കിലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ലോങ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്സ് കാണുന്നവർക്ക് അറിയാം ഇതൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ഉച്ചയൂണ് കഴിക്കൽ പരിപാടിയിലാണ്. എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് കറികളെല്ലാം ഒരുമിച്ച് ചേർത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എന്താ പറയുക ഒഴിച്ച് കറി വലിയ നിർബന്ധമില്ലാത്ത ആളാണ്. അപ്പോൾ എനിക്ക് ഡ്രൈ ആയിട്ടുള്ള കറികളെല്ലാം ഒരുമിച്ച് ചേർത്ത് കൂട്ടിക്കുഴച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതാണ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലഞ്ച് കഴിക്കൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ മെയിൻ കോഴ്സാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, പിന്നെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ലഞ്ച്, ചക്കക്കുരുവും അതുപോലെ തന്നെ മുരിങ്ങയിലയും ഒരു എന്താ പറയുക നാടൻ വിഭവങ്ങൾ ചേർത്തിട്ടുള്ള ലഞ്ച് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേനും ഈ ചക്കക്കുരു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ചക്ക സീസൺ അല്ലാത്തത് കൊണ്ട് ചക്കക്കുരു എന്ന് പറയുന്ന ഒന്നും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം അല്ല. അപ്പോൾ അമ്മച്ചി കുറേ മാസം മുമ്പ് കവറിലൊക്കെ ഇട്ട് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഞാൻ വന്ന സമയമായപ്പോഴത്തേനും എല്ലാം എടുത്ത് റെഡിയാക്കി തന്നു. അപ്പോൾ ചക്ക വിഭവങ്ങൾ ഞാൻ എല്ലാം തന്നെ കഴിച്ചു. ചക്ക വേവിച്ചത് കഴിച്ചു, ചക്കക്കുരു കഴിച്ചു, ചക്ക വറുത്തത് കഴിച്ചു, അതുപോലെ തന്നെ ചക്കയപ്പം, ഇടന്നയില അപ്പം അത് കഴിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ചക്ക വിഭവങ്ങളും ഞാൻ കഴിച്ചു. അതിന് ശേഷം ഞാൻ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഉണ്ണിയപ്പം, അപ്പോൾ മധുരം എന്തെങ്കിലും കഴിക്കാൻ തോന്നിയപ്പോഴത്തേനും ഒരു ഉണ്ണിയപ്പം എടുത്ത് കഴിച്ചു. വളരെ ടേസ്റ്റി ആയിട്ട്, പുറമേ വളരെ ക്രഞ്ചി ആയിട്ട്, എന്നാൽ ഉള്ളിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പം. അതിന് ശേഷം ഞാൻ മുന്നേ പറഞ്ഞല്ലോ ചക്ക വറുത്തത്. അപ്പോൾ വളരെ കുറച്ച് ചക്ക വറുത്തതുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ദിവസം മുന്നേ അമ്മച്ചി ആക്കി വെച്ചതാണ്. അതൊന്നും കൂടെ വെളിച്ചെണ്ണയിലിട്ട് എനിക്കൊന്ന് പൊരിച്ചു കോരി തന്നു.
അപ്പോൾ അതും കൂട്ടിയാണ് ഞാൻ ഇന്ന് ഈവനിങ് ചായ കുടിച്ചത്. എനിക്ക് ഇന്ന് ചക്ക പുഴുങ്ങിയതും അതുപോലെ തന്നെ 2-3 പ്രാവശ്യം ഫുഡ് ഐറ്റംസ് എന്തൊക്കെയോ കഴിച്ചതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് സ്നാക്സും കാര്യങ്ങളൊന്നും ചായക്ക് വേണ്ടായിരുന്നു. അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ ക്രിസ്പി ക്രഞ്ചി ആയിട്ട്. ഇപ്പോൾ കളറൊന്ന് ചേഞ്ച് ആയത് നിങ്ങൾ കാര്യമാക്കണ്ട, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇതാ നമ്മുടെ ഡിന്നർ ടൈമായി. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലാസ്റ്റ് മീലെന്നൊക്കെ പറയാം. ഡിന്നർ ടൈം ആയപ്പോൾ കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡിന്നറിന് കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ടായിരുന്നു. പൊറോട്ട എന്ന് പറയുന്നത് അമ്മച്ചി ഹോം മെയ്ഡ് പൊറോട്ടയാണ്. അമ്മച്ചി നമ്മുടെ വീട്ടിൽ പൊറോട്ട ഒന്നും വാങ്ങിക്കാറേ ഇല്ല, അമ്മച്ചി ഉണ്ടാക്കലാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചി ഓൾമോസ്റ്റ് ഒരു സാധനം തന്നെ വാങ്ങിക്കാറില്ല, എല്ലാം ഉണ്ടാക്കലാണ്. നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന എല്ലാ ഐറ്റംസും അമ്മച്ചി ഉണ്ടാക്കി തരലാണ്. അപ്പോൾ പത്തിരി ഉണ്ടാക്കിയ ഹോം മെയ്ഡ് പത്തിരിയാണ് ഇത്. നമ്മുടെ രാവിലത്തെ ചക്ക വേവിച്ചത്, പിന്നെ പൊറോട്ട വീട്ടിലുണ്ടാക്കിയതാണ്, പിന്നെ കുറച്ച് തിക്കിടി ഇരുന്നു. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പം ഇന്ന് ഡിന്നറിന് പല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരു ബൊഫേ പോലെയായിരുന്നു. ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കുക. എല്ലാം കൂടെ കഴിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ കഴിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. പിന്നെ കറിയായിട്ട് ചിക്കൻ കറിയും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചക്ക പുഴുങ്ങിയതിന് ഫിഷ് ഫ്രൈ, എനിക്ക് ഫിഷ് കറിയാണ് വലിയ താല്പര്യമില്ലാത്തത്. അപ്പോൾ ചിക്കൻ കറിയും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് തിക്കിടി എടുത്ത് കഴിക്കാം. കാരണം തിക്കിടി എന്ന് പറയുമ്പോഴത്തേനും ഒരു പല പ്രാവശ്യം കഴിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ ദുബായിൽ പോയാലും അത്ര ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ല ഈ തിക്കിടി എന്ന് പറയുന്നത്. നമ്മുടെ വല്ല പെരുന്നാളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനാണ് ഞാൻ തിക്കിടി ഉണ്ടാക്കുന്നത്. അല്ലാതെ ഈ തിക്കിടി ഉണ്ടാക്കൽ, തേങ്ങാച്ചോറ് ഉണ്ടാക്കൽ ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കട്ടി കൂടിയ പണികളാണ്. അപ്പോൾ എന്താണേലും ഞാനിതാ ആദ്യം തിക്കിടി എടുത്തതിന് ശേഷം നന്നായിട്ട് ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് തിക്കിടി കഴിച്ചു. അതിന് ശേഷം ഞാനിതാ ഒരു ഗ്ലാസ് രാത്രിയായപ്പോഴത്തേനും ഒരു ഗ്ലാസ്സും കൂടി ഗ്രേപ്പ് ജ്യൂസ് എടുത്ത് കുടിച്ചു. അടിപൊളിയായിട്ടുള്ള ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര റിഫ്രഷ്മെൻറ്റാണ്. പിന്നെ ഓവറായിട്ട് പഞ്ചസാരയൊന്നും ഓവറായിട്ട് കലക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുടിക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു റിഫ്രഷ്മെൻറ്റാണ്. അപ്പം ആ ജ്യൂസ് മുന്തിരിയുടെ ആ ഒരു ഫ്ലേവറും. അപ്പം ഞാൻ കുറച്ച് തിക്കിടി എടുത്തായിരുന്നു. അതിനുശേഷം ഇതാ നൈസ് പത്തിരി. അപ്പോൾ നൈസ് പത്തിരി എടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് അമ്മച്ചി കുറച്ച് കൂടുതൽ എല്ലാ ദിവസവും തന്നെ ഓൾമോസ്റ്റ് മിക്ക ദിവസങ്ങളിലും തന്നെ നൈസ് പത്തിരി ഉണ്ടായിരുന്നു. അത് അമ്മച്ചി കൂടുതൽ പരത്തിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ചൂടോട് കൂടി ചുട്ടു തരലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ 2 നൈസ് പത്തിരി എടുത്തു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിക്കൻ കറി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ചിക്കൻ കറി എന്ന് പറയുന്നത്, ഒരു രക്ഷയുമില്ല. ഏകദേശം എൻ്റെ കറിയുടെ അമ്മച്ചിയുടെ കറിയുടെ അടുത്തൊക്കെ എൻ്റെ കറി എത്തുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഇപ്രാവശ്യം കഴിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ നല്ല അടിപൊളി നൈസ് പത്തിരിയും ചിക്കൻ കറിയും അതുപോലെ തന്നെ ചക്ക വേവിച്ചതും. എനിക്കെന്തോ ചക്ക വേവിച്ചത് ഇത്ര ഫേവറേറ്റ് അല്ലായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം കുറേ നാൾ കൂടി കഴിച്ചതുകൊണ്ടായിരിക്കും ചക്ക വേവിച്ചതൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു മൈൽഡ് സ്വീറ്റ്നെസ്, കുറച്ച് മൂത്ത ചക്ക ആയതുകൊണ്ട് നല്ല മൈൽഡ് സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രാത്രി കുടിക്കാനായിട്ടെടുത്തത് ഗ്രേപ്പ് ജ്യൂസാണ്. അപ്പോൾ ഗ്രേപ്പ് ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് കൂടുതൽ അമ്മച്ചി ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് സാധാരണ അങ്ങനെ എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഞാൻ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് എൻ്റെ ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പല ഡിഷസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മീലെന്ന് പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ്, അതിനുശേഷം പിന്നെ ചക്കയും ചിക്കൻ കറിയും, പിന്നീട് അടിപൊളിയായിട്ട് വിഭവസമൃദ്ധമായിട്ടുള്ള അടിപൊളി ചോറും കറികളും, പിന്നെ ഇടസമയത്തായിട്ട് ജ്യൂസായിട്ടും അതുപോലെ തന്നെ ചായയായിട്ടും അങ്ങനെ പല ഐറ്റംസ് കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ ഇന്നത്തെ ലാസ്റ്റ് മീലാന്ന് തോന്നുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഞാൻ എടുത്ത് കഴിക്കുകയാണ്. നല്ല അടിപൊളി ചിക്കൻ കറി, ഒരു രക്ഷയില്ല. ചിക്കൻ കറിയും പത്തിരിയും കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇത് തേങ്ങ അരച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. പിന്നെ തേങ്ങ ഇടാത്ത ചിക്കൻ കറിയും ഉണ്ട്. അപ്പം ഞാൻ തേങ്ങ അരച്ചതാകുമ്പോൾ ഇനി അടുത്ത ദിവസത്തേക്ക് വെച്ചേക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇതാണ് മുളകിട്ട തേങ്ങ ചേർക്കാത്ത ചിക്കൻ കറി. അപ്പം ഞാനിപ്പോൾ തീർത്തോണ്ടിരിക്കുന്നതും തേങ്ങ അരച്ച ചിക്കൻ കറിയാണ്. കാരണം ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട്
പുറത്തെന്ത് വെച്ചാലും ചീത്തയായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തേങ്ങ ഇട്ട ഐറ്റംസൊക്കെ നമ്മൾ പെട്ടെന്ന് തീർക്കുകയാണ്, അധികം വെക്കുന്നില്ല. അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ ഒരു പൊറോട്ട, വീട്ടിലുണ്ടാക്കിയ പൊറോട്ട അല്ലേന്ന് വിചാരിച്ച് ഒരു ഹോം മെയ്ഡ് പൊറോട്ട, അമ്മച്ചിയുടെ സ്പെഷ്യൽ പൊറോട്ട, അമ്മച്ചിയുടെ സ്പെഷ്യൽ അടിച്ച പൊറോട്ട. അപ്പോൾ ഒരു പൊറോട്ട എടുത്തു. അതിലേക്ക് കുറച്ച്, അതിൽ തേങ്ങ അരച്ച ചിക്കൻ കറിയല്ല, അതിൽ നമ്മൾ മുളകിട്ട് വെച്ച, തേങ്ങ ചേർക്കാത്ത മുളകിട്ട ചിക്കൻ കറിയാണ് ടേസ്റ്റ് കോമ്പിനേഷൻ എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് പൊറോട്ടയും കൂടി കഴിക്കുകയാണ്. അപ്പോൾ വളരെ അടിപൊളി, എല്ലാം കുറച്ച് കഴിച്ചു. പല ഐറ്റംസ്, 4 ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കുറച്ച് കഴിച്ചു. അടിപൊളിയായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വാട്ടൈ 18 ഡേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, കാണുക.